ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ കൂടി ചേർന്നു. വിപിൻ, എന്തായാലും ചങ്കിടിപ്പിന്റെ നിമിഷങ്ങളാണ്. മത്സരം നിശ്ചിത സമയം അവസാനിക്കാൻ ഇനി 4 മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. കൊച്ചിയിലെ ആരാധകർക്ക് അവർക്കും വലിയ ചങ്കിടിപ്പിന്റെ നിമിഷങ്ങൾ അവാതെ തരമില്ലല്ലോ. അതെ അനിൽ, ബ്രസീലിന്റെ തിരിച്ചുവരവുകളെല്ലാം തന്നെ എക്കാലത്തും ചരിത്രമാണ്. അത്തരത്തിലൊരു ചരിത്രത്തിനായി കാതോർക്കുകയാണ് എല്ലാ കണ്ണുകളും ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിലേക്കാണ്. സ്വാഭാവികമായിട്ടും ഇതാ ഇവിടെയും നൂറുകണക്കിന് ആളുകൾ ഒരേ മനസ്സോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആരായിരിക്കും അതിലെ വിജയി എന്നുള്ളത്. ജപ്പാന് വേണ്ടി സംസാരിക്കാൻ അർജന്റീനയും ഫ്രാൻസിന്റെയും ഒക്കെ ആരാധകരുണ്ട്. പക്ഷേ അവർ ബ്രസീൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നുമില്ല. ബ്രസീലിന്റെ ഒരു പരാജയം മാത്രം മതി എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെയല്ല, ബ്രസീൽ ഇതാ കളത്തിൽ നിറഞ്ഞു തന്നെ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ടായിരുന്നു ആ ഗോൾ പിറന്നത്. അത്രയും മനോഹരമായിട്ടുള്ള ഒരു ഗോൾ. അതിനുശേഷം ജപ്പാന്റെ ഗോൾ മുഖത്തേക്ക് കടന്നാക്രമണം നമ്മൾ നിരവധി തവണ കണ്ടു. അത് ഓരോന്നും ഗോളായിരുന്നെങ്കിൽ എന്നുള്ളത് അത്രയും ആർപ്പ് വിളികളോടെ ഓരോ ആരാധകരും അത് സ്വീകരിക്കുകയായിരുന്നു. അത്തരമൊരു കാഴ്ചയാണ് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. എങ്ങനെയുണ്ട് കളി? എന്താണ് ഇപ്പൊ പ്രതീക്ഷ? ജപ്പാനൊക്കെ മലത്തിയടിക്കും ഇപ്പൊ. അത് ഷുവറായിട്ട് നമ്മുടെ നെയ്മർ മോനെ ഇങ്ങനെ പെഞ്ചാല് നിർത്തിയേക്കണേണ്. നെയ്മർ മോൻ മിക്കവാറും നെയ്മർ മോൻ ഇറങ്ങിയ ഒരു ഗോൾ അടിക്കും. അവസാന നിമിഷത്തിലേക്ക് വെച്ചിട്ടുള്ള ഒരു ചാട്ടുളിയാണ്. ഞങ്ങളിതേ ഇപ്പൊ പടക്കമൊക്കെ വെടിക്കെട്ടൊക്കെ പൊട്ടിക്കാനുള്ള തയ്യാറെടുപ്പില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ അടിക്കൂന്ന്, നമുക്കറിയാതെ അടിക്കൂന്ന്. അതൊരു ലക്കിന് വീണതാണ് അവരെ ഗോള്. 1-1. അതെ, ഇനിയിപ്പോ ഒന്നും കൂടെ അടിക്കും. ഒരെണ്ണം കൂടെ നമ്മളടിക്കും. ഇപ്പൊ ടൈം ബ്രേക്കറിലേക്ക് പോവില്ലേ കളി? ഇല്ല, ഇനി ഒരു കുറച്ചു നേരം കളി കൊടുക്കും എന്തായാലും. എന്നാലും 30 മിനിറ്റ് അല്ലേ, 30 മിനിറ്റ് കൊടുക്കും. നെഞ്ചത്ത് കൊടുക്കും ജപ്പാൻ. അത് കഴിഞ്ഞിട്ട് കൊടുത്തില്ലെങ്കിൽ പെനാൽറ്റിന്റെ ഷൂട്ടൗട്ട് വരും. അപ്പോഴും ജയിക്കും. ജപ്പാൻ ജയിക്കും. അതെ, പക്ഷെ 1-1 ഇപ്പൊ നിക്കണ്. 1-1 വെടിക്കെട്ട് എടുക്കാൻ പോയേക്കണേ. ഞങ്ങൾ അത്ര ആത്മവിശ്വാസത്തില്ല. ഞങ്ങൾ വാങ്ങും, ഞങ്ങൾ ഫൈനലിൽ വാങ്ങും. ജപ്പാനെ അടിച്ചിട്ടില്ല. ഓരോ പാസ് വരുമ്പോൾ നമ്മൾ അടിച്ചിരിക്കും. അടിച്ചിരിക്കും. അനിൽ ആ ഒരു ആവേശത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നുള്ളതിൽ തന്നെ നിൽക്കുന്നു. 1-1 എന്നുള്ളത് മാറും എന്നുള്ളതാണ്. പക്ഷേ എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം പോവുകയാണെങ്കിൽ ബ്രസീൽ ആരാധകർക്ക് ചെറുതല്ലാത്ത നെഞ്ചെടുപ്പ് ഞാനടക്കമുള്ളവർക്ക് ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഒരു ഗോൾ ഒപ്പത്തിനൊപ്പമായതിന്റെ ആശ്വാസവും ചെറുതല്ല. ആ ഒരു വലിയ ത്രില്ലോട് കൂടി തന്നെ നമ്മളെല്ലാവരും ആ ഒരു വലിയ വിജയത്തിന് വേണ്ടി തന്നെ കാത്തിരിക്കുകയാണ് അനിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.